ഗെയ്സ്, ഇന്നത്തെ എൻ്റെ യാത്ര തെങ്കാശി സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്നു, മഴയായിട്ടാണ് പോകാൻ പറ്റാഞ്ഞത്. അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലുള്ള ഒരു ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു ഇതുപോലെ അവിടെ മഴയുണ്ടോയെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ അങ്ങ് മഴയില്ല, തെങ്കാശി കഴിഞ്ഞാൽ പിന്നെ മഴയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഞാനും എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയും കൊച്ചും അളിയനും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നു. ഞാൻ ആര്യങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എനിക്ക് അധികം ദൂരമില്ല പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ. ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് കയറിയപ്പോഴത്തേന് ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. നമ്മൾ കേരളത്തിൻ്റെ ബോർഡറൊക്കെ ആയതുകൊണ്ടാണ് ഇവിടെ ചെറിയ ചാറ്റമഴ. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയിട്ടുണ്ടായിരുന്നു സൂര്യകാന്തി പാടം കാണാൻ വേണ്ടിയിട്ട്. ഈ വട്ടം ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് ചെറിയ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിലോട്ട് കയറുന്നില്ല. അങ്ങനെ ചെറിയ ഷോർട്ട് കട്ട് വഴി നേരെ നമ്മൾ തെങ്കാശി റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ആവും. കാര്യം നമ്മൾ പോയപ്പോൾ തന്നെ ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം ലോസ് ആണ്. അങ്ങനെ പിന്നെ നമ്മൾ ആ റൂട്ട് മാറ്റി പിടിച്ചു. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിൽ നിർത്തി. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഫുഡ് കഴിച്ച് കുറച്ച് പോയപ്പോൾ തന്നെ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലമെത്തി. ഇതാണ് സുന്ദരപാണ്ഡിപുരം എന്നുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് താണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ ദൂരെ കാണുന്നതാണ് സൂര്യകാന്തി പാടമാണ്, ആ ദൂരെ കാണുന്നത്. അപ്പോൾ ഇതാണ്ട് നമ്മൾ ഇതുവഴി പോകുമ്പോൾ തന്നെ കണ്ടില്ലേ, ഇവിടെ എല്ലാം സവാളയാണ് കൃഷി ചെയ്തേക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് കൃഷി കാണാൻ പറ്റും. ഈ ഭാഗത്ത് സുന്ദരപാണ്ഡിപുരം ഭാഗത്ത് ഒരുപാട് കൃഷികളുണ്ട്. ചെറിയ ഉള്ളി, തക്കാളി, അങ്ങനെ പറയുന്ന നമ്മുടെ വീട്ടിലെ വെജിറ്റബിൾസ് എല്ലാം ഒരുവിധം എല്ലാം ഇവിടെ ഉണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. നോക്കി, ഇതൊരു വലിയൊരു സൂര്യകാന്തി പാടമായിരുന്നു ഞങ്ങൾ പോയത്. അത്യാവശ്യം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ ഉള്ളിലോട്ട് അധികം കയറരുതെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചിലപ്പോൾ ഏജന്റുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ജസ്റ്റ് സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ എടുത്തോളം പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ വട്ടം പോയ സമയത്ത് അവിടെ നല്ല ക്ലീൻ ആയിരുന്നു. നമുക്ക് കറക്റ്റ് മൂടെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ പക്ഷേ ഈ സൂര്യകാന്തി പാടത്തിൻ്റെ മൂടെല്ലാം കാണാൻ പറ്റാതെ ഫുള്ള് കാട് കയറി കിടക്കുമായിരുന്നു. എന്നാലും പക്ഷെ നല്ല രസമായിരുന്നു കാണാൻ. നല്ല വലിയൊരു പാടമായിരുന്നു. അങ്ങനെ നല്ലപോലെ സത്യം പറഞ്ഞാൽ നല്ലപോലെ എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റി. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എത്രത്തോളം ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ കൊള്ളാമെന്ന് അറിയത്തില്ല. പിന്നെ ഞാനും കൊച്ചും വൈഫും കൂടെ ചേർന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവരും എടുത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ട് ക്ലിപ്പും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇത് ഞങ്ങൾ ഫോട്ടോ എടുത്ത സമയത്ത് എൻ്റെ അളിയിൽ തന്നെ വീഡിയോ എടുത്തതാണ്. എന്നാൽ പിന്നെ ഇതും കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം നിന്നിട്ട് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണിത്. അങ്ങനെ നല്ലൊരു രസമായിരുന്നു കാണാൻ വേണ്ടി. ഞങ്ങൾ പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. വെജിറ്റബിൾസ് എല്ലാം നല്ല ലാഭമാണ് അവിടുന്ന് വാങ്ങിക്കാൻ. ഇത് പുളിയറ എന്നുള്ള സ്ഥലമാണ്. ആ കാണുന്ന മലയാണ് കേരളം. ഇവിടെ നല്ല രസമാണ് കാണാൻ. ഞാൻ ഇവിടെ എപ്പോഴും വരുമ്പോഴും കുറച്ച് നേരം നിർത്തും. അങ്ങനെ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ കേരളം എത്തിയപ്പോഴത്തേക്ക് നല്ല മഴ തുടങ്ങി. എന്നുകൊണ്ട് കണ്ടില്ലേ, ഇവരൊക്കെ ഈ ബൈക്കിൽ സൈഡിൽ പോകുന്നവരൊക്കെ സൂര്യകാന്തി പാടം കണ്ടിട്ട് തിരിച്ചു വരുന്നവരാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചുമ്മാ ഒരു ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.